ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ അല്ലേ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ മോഡൽ എക്സാം വളരെ നിയർ ആയിട്ടുണ്ട്. നാളെ തന്നെയാണ് നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ മോഡൽ എക്സാം എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സാമിലേക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ഷുവർ ആയിട്ട് നമുക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ എന്തായാലും ചോദിക്കുന്ന ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. സോ അതിൽ ആദ്യം തന്നെ നമുക്ക് പറയുന്നതാണ് CPU is the brain of computer. What is the role of CU in CPU? അല്ലെ, നമുക്കറിയാം CPU എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ CU അല്ലെ, അഥവാ ഈ ഒരു CPU ഉള്ളിലെ CU അഥവാ കൺട്രോൾ യൂണിറ്റിന്റെ റോൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. നമുക്കറിയാം CU എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. സോ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഓവറോൾ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതൊക്കെ ആരാണ്? CU അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് ആണ് അല്ലേ. അഥവാ ഫങ്ഷണൽ കീബോർഡ് ആയിക്കോട്ടെ, മൗസ് ആയിക്കോട്ടെ, മോണിറ്റർ ആയിക്കോട്ടെ, മെമ്മറി ആയിക്കോട്ടെ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യിക്കുന്നതും കോർഡിനേറ്റ് ചെയ്യിക്കുന്നതും ഈ ഒരു സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നവരാണ് CU അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് അല്ലെ. സോ ഇത് നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഡു യു മീൻ ബൈ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? എന്താണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോ എന്താണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ എന്ന് വിളിക്കുന്നത് ദർ ഇസ് നോ കോപ്പിറൈറ്റ് ഓർ ലൈസൻസിങ് അല്ലെ. ഒരു കോപ്പിറൈറ്റോ ലൈസൻസിങ്ങോ ഒന്നും ആവശ്യമില്ലാത്ത എന്നാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു യൂസർക്ക് ആ ഒരു സോഫ്റ്റ്വെയറിനെ ഡൗൺലോഡ് ചെയ്യാനും അതിനെ യൂസ് ചെയ്യാനും അതിനെ അപ്ഡേറ്റ് ചെയ്യാനും അതൊരു പബ്ലിക്കിന് അവൈലബിൾ ആക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രീഡം തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ 4 ഫ്രീഡമാണ് അവർ നമുക്ക് തരുന്നത്. അതിൽ ഫ്രീഡം ഫസ്റ്റ് ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീഡം 0 ആണ്. ഫ്രീഡം 0, 1, 2, 3 ഇങ്ങനെ 4 ഫ്രീഡമാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഫ്രീഡം 0 പറയുന്നത് ഫ്രീഡം ടു റൺ ദ പ്രോഗ്രാം ഫോർ എനി പേർപ്പസ്. നമ്മുടെ എന്ത് ആവശ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ്. ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് മൂന്നാമതായിട്ട് പറയുന്നത് ഫ്രീഡം 2 ആണ്. ഫ്രീഡം 2 പറയുന്നത് ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് ദ കോപ്പി. ഇതിന്റെ കോപ്പി നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ നാലാമതായിട്ട് പറയുന്നത് ഫ്രീഡം 3 ആണ്. ഫ്രീഡം 3 പറയുന്നത് ഫ്രീഡം ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാം നമുക്ക് ഇംപ്രൂവ് ചെയ്യാം ആൻഡ് ഗിവ് ഇറ്റ് ടു ദ പബ്ലിക്. അതൊരു പബ്ലിക്കിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ 4 എണ്ണമാണ് എന്ത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീഡംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്റ്റുഡൻസ് ഇൻ എൻ ഇ-വേസ്റ്റ് ഡിസ്പോസൽ? അല്ലെ, ഇത് നിങ്ങൾക്ക് ജനറലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ സ്റ്റുഡൻറ്? ഒരു സ്റ്റുഡന്റിന് ഇ-വേസ്റ്റ് ഡിസ്പോസൽ എന്താണ് റോൾ എന്നുള്ളത് അല്ലെ. നമുക്കറിയാം ഇ-വേസ്റ്റിൽ ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് ഹാം ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സിനായാലും ആനിമൽസിനായാലും ഈവൻ എൻവയൺമെന്റിന് പോലും ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഇതിനുള്ള സ്റ്റുഡൻസിനുള്ള റോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചത്, ഒന്ന് സ്റ്റോപ്പ് ബൈയിങ് അൺനെസസറി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. ആവശ്യമില്ലാത്ത ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് വാങ്ങിക്കേണ്ട. രണ്ടാമതായിട്ട് പറയുന്നത് റിപ്പയർ ഫോൾട്ടി ഇലക്ട്രോണിക്സ് അല്ലെ. കംപ്ലൈൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്ത് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഗിവ് ഇലക്ട്രോണിക് റിപ്ലേസ്മെന്റ്സ് ടു റീസൈക്കിൾ ചെയ്യാൻ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് കൊടുക്കുക. പിന്നെ ഡ്യൂറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങിക്കുക. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് എക്സ്ചേഞ്ച് സ്കീം ഉണ്ടോ അല്ലെ, ഓൾഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പഴയ മൊബൈൽ ഫോൺ വാങ്ങി പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്തൊക്കെ എക്സ്ചേഞ്ച് സ്കീമുകൾ ഉണ്ടോ എന്ന് അപ്ഡേറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എപ്പോഴും റീചാർജബിൾ ബാറ്ററി ഉള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുക അല്ലെ. 1 ടൈം യൂസ് വാങ്ങിക്കാതെ എപ്പോഴും റീചാർജബിൾ ബാറ്ററി ഉള്ള പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കാം. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇ-വേസ്റ്റ് ഡിസ്പോസൽ ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് ഇത് നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസിലി എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ലാംഗ്വേജ് പ്രോസസർ എന്നുള്ളതാണ് അല്ലെ. എന്താണ് ലാംഗ്വേജ് പ്രോസസർ എന്നുള്ളതാണ്. നമുക്കറിയാം ലാംഗ്വേജ് പ്രോസസർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഹൈ ലെവൽ ലാംഗ്വേജിൽ ആണെങ്കിൽ അതിനെ മെഷീൻ ലാംഗ്വേജിലൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് പ്രോസസേഴ്സ് ഉപയോഗിക്കുന്നത്. ലാംഗ്വേജ് പ്രോസസർ നമുക്ക് 3 എണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അസംബ്ലർ വരുന്നുണ്ട്, ഇന്റർപ്രറ്റർ വരുന്നുണ്ട്, കമ്പൈലർ വരുന്നുണ്ട്. ഇവിടെ അസംബ്ലർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ ലാംഗ്വേജ് അല്ലെ. അസംബ്ലി ലാംഗ്വേജിനെ ഇവർ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നു? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്നാൽ ഇന്റർപ്രറ്റർ എന്താ ചെയ്യുന്നത്? ദേ കൺവേർട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻറ്റു
മെഷീൻ ലാംഗ്വേജ്. നമ്മുടെ ഇന്റർപ്രറ്റർ ആണെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിന് മെഷീനിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ കമ്പൈലർ ആണെങ്കിലോ കമ്പൈലറും ഹൈ ലെവൽ ലാംഗ്വേജസിനെ മെഷീനിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എന്നാൽ കമ്പൈലറും ഇന്റർപ്രറ്ററും ചെയ്യുന്നത് സെയിം പർപ്പസ് ആണെങ്കിലും അവർ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ഓരോ ലൈൻ വായിക്കുന്നു, അതിനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ കമ്പൈലറിലേക്ക് പോകുന്ന സമയത്ത് കമ്പൈലർ എൻറ്റയർ ഡാറ്റനെ ഒരൊറ്റ ടേണിൽ തന്നെ എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യുന്നു, നമ്മുടെ മെഷീൻ ലാംഗ്വേജിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഇതാണ് കമ്പൈലറും ഇന്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇതൊക്കെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, എക്സാംസ് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുക. നമ്മുടെ ബാക്കി വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അതിൽ അപ്ഡേറ്റഡ് ആണ്. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.